നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഒരു 1500 അല്ലെങ്കിൽ ഒരു 1600 ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഇയർബഡ്സ് ഏതാണ് ബ്രോയ്ക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പം ബോട്ടിൻ്റെ ആ ഒരു പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ബോട്ട് ഇമ്മോർട്ടൽ 121 എന്ന് പറയുന്ന മോഡലായിരിക്കും നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുക. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ലെവലായുള്ളൊരു മോഡലാണ്. അതുപോലെ നല്ല സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സൊക്കെ വരുന്നൊരു മോഡൽ തന്നെയാണ് ഈ ഒരു ബോട്ട് ഇമ്മോർട്ടൽ 121 എന്ന് പറയുന്ന മോഡൽ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മോഡൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അതുപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗെയിമിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു മോഡൽ യൂസ് ചെയ്യണത്. അപ്പം അതിൻ്റേതായ ഒരു ഡിസൈനും കാര്യങ്ങളും തന്നെയാണ് ആ ഒരു മോഡലിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ബോട്ട് ഇമ്മോർട്ടൽ 121 എന്ന് പറയുന്ന മോഡലിൽ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2 കളർ വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏതാണ് പ്രിഫർ ചെയ്യണത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്നുള്ളൂ. അതുപോലെ നല്ലൊരു RGB സെറ്റപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ആ ഒരു കേസിൽ നല്ലൊരു ലൈറ്റിങ് സെറ്റപ്പും കാര്യങ്ങളും ആ ഒരു കേസിൽ കൊടുത്തിട്ടുണ്ട്, ഒരു RGB സെറ്റപ്പ്. അപ്പം ഒരു ഗെയിമിങ്ങിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗെയിമിങ്ങിൻ്റെ ആ ഒരു സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും ലൈറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനെ ബേസ് ചെയ്ത് തന്നെയാണ് അവർ ഈ ഒരു കേസിലും ഈ ഒരു ലൈറ്റിങ് കാര്യങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് അത് ആ ഒരു കേസ് കാണാൻ തന്നെ. ഓക്കെ, അതുപോലെ ആ ഒരു ഇയർബഡ്സും നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനും കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈന്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം, അതിനുശേഷം സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് ഫീച്ചർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ബീസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗെയിമും അതുപോലെ ഇയർബഡ്സും തമ്മിലുള്ള റിയൽ ടൈം ലാഗും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്യാനുള്ള ഒരു ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ വേറെ ഹെഡ്ഫോണിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഏത് ഹെഡ്ഫോൺ വാങ്ങുവാണെങ്കിൽ, അതായത് ഗെയിമിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഹെഡ്ഫോണുകളും വാങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടോ എന്ന്. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേരിലായിരിക്കും ഇത് അറിയപ്പെടുക. എന്തിനാലും അവർ ആ ഒരു ഫീച്ചറിൽ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ ഒരു ഗെയിമിങ്ങിൻ്റെ ലാഗ് കുറയ്ക്കാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ് ബട്ടണാണ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ബീസ്റ്റ് മോഡ് എന്ന് പറഞ്ഞ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതായത് ബോട്ടിൻ്റെ എല്ലാ ഹെഡ്ഫോണല്ല, അതായത് ഇതുപോലത്തെ ഗെയിമിംഗ് പരമായുള്ള ഹെഡ്ഫോണിലും കാര്യങ്ങളിലും ഇങ്ങനത്തെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബീസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഫീച്ചറാണ് ഈ ഒരു ബീസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നുള്ളൊരു ഫീച്ചറാണ് നമ്മുടെ കേസിലുള്ള ആ ഒരു RGB, അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ബോട്ടിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഗെയിമിങ്ങിന് വേണ്ടി മാത്രമായിട്ടൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് ബോട്ട് എയർഡോപ്സ് 191. അത് ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു മോഡലിലും ചെറിയൊരു രീതിയിലുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് കാര്യങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ അവർ ആ ഒരു ലൈറ്റിംഗ് സെറ്റപ്പിന് കുറച്ചും കൂടെ എന്താ പറയുക പ്രാധാന്യം കൊടുത്ത് അവർ ആ ഒരു മോഡൽ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഫീച്ചറായിട്ടാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ചാർജ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ പെയർ ചെയ്യണ സമയത്ത് തന്നെ ആ ഒരു മോഡലിന് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളും അതിന് കൊണ്ടുവരുന്നതായിരിക്കും. ചാർജ് ചെയ്യുന്ന സമയത്തായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആ ഒരു ലൈറ്റിങ്ങിൻ്റെ എഫക്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ മറ്റൊരു ഫീച്ചറാണ് ENX എന്ന് പറയുന്നത്. ഇത് നോയ്സ് ക്യാൻസലേഷന് വേണ്ടിയുള്ള ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇയർബഡ്സിലും നമുക്ക് ഡ്യുവൽ ആയിട്ടുള്ള ഒരു മൈക്കും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് മാത്രമായിരിക്കും ഇത് ക്യാപ്ചർ ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ നോയ്സും അല്ലെങ്കിൽ അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അത് നോയ്സ് ക്യാൻസലേഷൻ പോലെ അത് കളയുന്നതായിരിക്കും. അപ്പം നമ്മുടെ ആ വോയിസ് കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തിക്ക് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു ഡ്യുവൽ മൈക്ക് സെറ്റപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ENX എന്ന് പറയുന്ന ടെക്നോളജി നല്ലൊരു ടെക്നോളജി തന്നെയാണ്. ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല, ഡീഫോൾട്ടായിട്ട് ഈ ഒരു ഇയർബഡ്സിൽ വരുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ചാർജിങ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് ഒരു 40 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നത്. അതുപോലെ നമ്മൾ ഒരു സിംഗിൾ ചാർജിൽ, അതായത് നമ്മൾ കേസിൽ ഇയർബഡ്സ് വെച്ച് സിംഗിൾ ചാർജിൽ നമുക്ക് ഒരു 10 മിനിറ്റ് വരെ ചാർജ് ചെയ്ത ശേഷം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 150 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഇയർബഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു കേസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു 40 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം ടോട്ടൽ കിട്ടുകയുള്ളൂ. അതുപോലെ നമ്മുടെ ബോട്ടിൻ്റെ വേറൊരു മോഡൽ ഉണ്ടായിരുന്നു, അതായത് ഫസ്റ്റ് ജനറേഷൻ മോഡൽ ഉണ്ടായിരുന്നു, അതായത് ബോട്ട് എയർഡോപ്സ് 191 എന്ന് പറയുന്ന മോഡൽ. അപ്പം അതിൽ നമുക്ക് ടോട്ടൽ പ്ലേ ബാക്ക് ടൈം എന്ന് പറയുന്നത് 30 മണിക്കൂറാണ്, അതായത് 30 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ബാക്ക് ടൈം കിട്ടുള്ളൂ. ഇതിൽ കുറച്ചും കൂടെ നമുക്ക് പ്ലേ ബാക്ക് ടൈമും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും, അതായത് 40 മണിക്കൂർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ചാർജിങ് കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഫീച്ചറാണ് ഇൻസ്റ്റൻറ്റ് വെയ്ക്ക് ആൻഡ് പെയർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഒരു മോഡൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ആവുന്നതായിരിക്കും. നിങ്ങൾ സെപ്പറേറ്റ് പോയിട്ട് ബ്ലൂടൂത്തിൽ പോയി നിങ്ങൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഇൻസ്റ്റൻറ്റ് വെയ്ക്ക് ആൻഡ് പെയർ എന്ന് പറയുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇനി ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് വരുന്നത്. അതുപോലെ IPX4 റേറ്റിംഗ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 മണിക്കൂറാണ് ടോട്ടൽ ഇത് ചാർജ് ചെയ്യാനുള്ള ടൈമും വരുന്നത്. പിന്നെ ടോട്ടൽ റേഞ്ച് വരുന്നത്, അതായത് ബ്ലൂടൂത്ത് റേഞ്ച് വരുന്നത് 10 മീറ്ററാണ്. അത് എല്ലാ മോഡലിലും ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത്
10mm ഡ്രൈവും കാര്യങ്ങളാണ് ഈ ഒരു ഇയർബഡ്സിൽ വരുന്നത്. പിന്നെ എല്ലാ ഡിവൈസിലും, അതായത് എല്ലാ ബ്ലൂടൂത്ത് ഉള്ള ഡിവൈസുകളിലും നമുക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന ഡിവൈസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല. എല്ലാ ബ്ലൂടൂത്ത് ഡിവൈസിലും നമുക്ക് ഈ ഒരു മോഡൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ടൈപ്പ് സി പോർട്ട് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു ടൈപ്പ് സി കേബിളും അതിൻ്റെ കൂടെ വരുന്നുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടി. ഓവറോൾ അത്യാവശ്യം നല്ലൊരു മോഡൽ തന്നെയാണ്. അതായത് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഏത് മോഡലാണ് നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് വേണ്ടി നോക്കാനുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയ ഒരു മോഡലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ പറയുന്നത്. ഇനിയിപ്പോൾ അഥവാ ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ആ ഒരു ബോട്ട് എയർഡോപ്സ് 191 ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. എന്തായാലും ഇത് നമുക്കൊരു അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. അതുപോലെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആമസോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 1500 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വാങ്ങാമെന്നുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറിൻ്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലും കുറച്ചും കൂടെ, അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റിലും കുറച്ചും കൂടെ കുറച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയതിന് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താന്നുള്ളൂ. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.